നമസ്കാരം. പത്തനംതിട്ട ടൗണിൽ വിവാഹ സൽക്കാരം കഴിഞ്ഞ് മടങ്ങിയ സംഘത്തെ ക്രൂരമായി ലാത്തിചാർജ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് തീവ്ര ശ്രമം. അതിക്രമത്തിന്റെ പേരിൽ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ജനരോഷം താൽക്കാലികമായി ശമിപ്പിച്ചെങ്കിലും പരാതിക്കാരെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള നീക്കങ്ങളൊക്കെ അണിയറയിൽ കൃത്യമായി നടക്കുകയാണ്. പോലീസ് അബാൻ ജംഗ്ഷനിൽ രാത്രി 11 മണിയോടെ എത്തുന്നത് തൊട്ടടുത്ത ഹെയ്ഡേ ബാറിൽ നിന്ന് വിളിച്ചതനുസരിച്ചാണ്. മദ്യം ആവശ്യപ്പെട്ട് ചിലർ കണ്ണാടി ചില്ല് തകർക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു ബാറിൽ നിന്ന് പോലീസിനെ വിളിച്ചു പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമാണ്. എന്നാൽ ബാറിന് മുന്നിലെത്തിയ പോലീസിന് പിന്നെയാണ് പിഴയ്ക്കുന്നത്. അവിടെ നിന്നവരെ എല്ലാം ചോദിക്കാതെയും പറയാതെയും പൊതിരെ തല്ലി. അതിനിടയിലാണ് സിത്താര, ഭർത്താവ് ശ്രീജിത്ത്, ബന്ധു ഷിജിൻ എന്നിവർക്ക് മാരകമായി മർദ്ദനമേറ്റത്. അടിച്ചത് ആളുമാറിയാണെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം ഉടൻ തന്നെ രംഗം കാലിയാക്കി. അടികൊണ്ടവർക്ക് ഗുരുതര പരിക്ക് ഏറ്റെന്നും കളി കാര്യമായെന്ന് മനസ്സിലാക്കിയ പോലീസ് രക്ഷയ്ക്ക് ബാറുകാരുടെ സഹായം തേടി. ബാർ ജീവനക്കാരൻ വെച്ചുച്ചിറ സ്വദേശി അഖിൽ ഷാനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇന്നലെ രാവിലെ 10:11 ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. സ്റ്റേഷനിൽ വിവരം കിട്ടിയത് രാവിലെ 8:40 തിരിച്ചറിയാവുന്ന 10 പേരാണ് പ്രതികൾ. ബാർ അടച്ചതിനു ശേഷം മദ്യം കൊടുക്കാത്തതിന്റെ വിരോധത്തിൽ സംഘം ചേർന്ന് ബാറിനുള്ളിൽ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചുവെന്നും ജീവനക്കാരെ അസഭ്യം വിളിച്ചുവെന്നുമാണ് എഫ്ഐആറിലുള്ളത്. തിരിച്ചറിയാവുന്ന 10 പ്രതികളെന്ന് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവാഹ പാർട്ടിയിൽപ്പെട്ടവരെ പ്രതി ചേർക്കാനാണെന്ന് വ്യക്തം. ഈ കേസ് കാണിച്ച് മർദ്ദനമേറ്റ വിവാഹ സംഘത്തിലുള്ളവരെ ഭീഷണിപ്പെടുത്തുകയാണ് ലക്ഷ്യം. പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റവരുടെ മൊഴി പോലും എടുക്കുന്നതിന് മുൻപ് അവരിൽ ചിലരെ പ്രതികളാക്കുക എന്ന ഗൂഢലക്ഷ്യവുമായിട്ടാണ് രാവിലെ 8:40 പോലീസ് എഫ്ഐആർ ഇട്ടത്. വിവാഹ പാർട്ടിയിൽ വന്ന ചിലരും ബാറിലേക്ക് കടന്നു ചെന്ന് മദ്യം ചോദിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. മർദ്ദനത്തിൽ തോളലിന് പൊട്ടലേറ്റ സിതാരയുടെ മൊഴി പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്നലെ രാവിലെ 10:50 സ്റ്റേഷനിൽ വിവരം കിട്ടിയതായി കാണിച്ചിരിക്കുന്നത് 9:30 ജാമ്യമില്ലാ വകുപ്പുകൾ സഹിതമാണ് നിലവിൽ എഫ്ഐആർ ചുമത്തിയിരിക്കുന്നത്. SC/ST അട്രോസിറ്റി ആക്ട്, സ്ത്രീക്ക് നേരെയുള്ള അതിക്രമം എന്നിവ ചുമത്തിയിട്ടില്ല. ബാറിലെ സംഘർഷത്തിന്റെ തുടർച്ചയായി പോലീസിന് നടപടിയെടുക്കേണ്ടി വന്നുവെന്ന് വരുത്തി തീർത്ത് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. എന്നാൽ CCTV ദൃശ്യങ്ങൾ പോലീസിനെ ചതിച്ചു. ബാറിൽ പറയത്തക്ക സംഘർഷമൊന്നും ഉണ്ടായില്ല. ചെന്നവർ മദ്യം ചോദിച്ചു, അവർ തിരികെ മടങ്ങുന്നത് ദൃശ്യങ്ങളിലുണ്ട്. യാതൊരുവിധ സംഘർഷവും ഉണ്ടായതായി ദൃശ്യങ്ങളിലില്ല. ബാറിന് പുറത്ത് വെറുതെ നിന്നവരെ ഒരു പ്രകോപനവും ഇല്ലാതെ പോലീസ് മർദ്ദിക്കുകയായിരുന്നു. യുവതി അടക്കമുള്ളവരെ പോലീസ് അകാരണമായി മർദ്ദിക്കുകയായിരുന്നു. SIക്ക് ഗുരുതര വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ 2 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മർദ്ദനമേറ്റ സിതാരയുടെ പരാതിയിൽ പോലീസിനെതിരെയും ബാർ ജീവനക്കാരുടെ പരാതിയിൽ ബാറിൽ പ്രശ്നമുണ്ടാക്കിയ 10 പേർക്കെതിരെയുമാണ് കേസ്. വിഷയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്നലെ മാർച്ചും നടത്തിയിരുന്നു. അതേസമയം സംഭവത്തിൽ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടിയെടുത്ത സർക്കാരിനെ അഭിനന്ദിക്കുന്നതായി CPM ജില്ലാ സെക്രട്ടറി രാജ് എബ്രഹാം പറഞ്ഞു. വഴിയരികിൽ നിന്ന സ്ത്രീകളടക്കമുള്ള സംഘത്തെ ഒരു പ്രകോപനവുമില്ലാതെ പോലീസ് മർദ്ദിച്ചത് അങ്ങേയറ്റം തെറ്റായ നടപടിയാണ്. പ്രശ്നത്തിൽ SI ഉൾപ്പെടെ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത സർക്കാരിനെ അഭിനന്ദിക്കുന്നു. നടപടി മാതൃകാപരമാണ്. പോലീസിന് കളങ്കം വരുത്തുന്ന പോലീസുകാർക്കുള്ള ശക്തമായ താക്കീതാണ് സസ്പെൻഷൻ. മികച്ച പോലീസിംഗിന് ഇന്ത്യയിൽ തുടർച്ചയായ കേന്ദ്ര ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 1ാം സ്ഥാനം ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ക്രിമിനലുകളായി കണ്ടെത്തിയ ഏറ്റവും കൂടുതൽ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട സംസ്ഥാനമാണ്. അവിടെ ഇതുപോലെയുള്ള അതിക്രമങ്ങൾ നോക്കി നിൽക്കുന്ന ഭരണകൂടമല്ല ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് ഇത്തരം ആളുകൾ തിരിച്ചറിയണം. ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയുടെ ഭാഗം കൂടിയാണ് ശിക്ഷാ നടപടിയെന്നും രാജ് എബ്രഹാം പ്രസ്താവനയിൽ പറഞ്ഞു.